ഞാൻ അവിയലിലൂടെ ഫീച്ചർ ചെയ്തായിരുന്നു. ഒരു 3-4 ഷോസ് ലൈവ് അവിയലിലൂടെ ചെയ്തായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. അതെ, ഉറപ്പായിട്ടും. കാരണം ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ പോലും അത്, കാരണം ഇപ്പം ഒരു സിനിമയിൽ പാടണതൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈവിനൊക്കെ അവർ നമ്മളെ വിളിക്കും, അങ്ങനത്തുള്ള സാധനം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ജോബേട്ടനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജോബേട്ടനൊക്കെയാണ് എൻ്റെ അടുത്ത് ആദ്യം പറയണത്, നീ സ്വന്തമായിട്ട് പാട്ടി എന്ന് പറഞ്ഞാൽ പുള്ളിയൊക്കെ എൻ്റെ അടുത്ത് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ നടക്കാണ്ട് പോയി പാട്ട് ചെയ്യണമെന്നൊക്കെ പുള്ളിയാണ് എൻ്റെ മുഖത്ത് നോക്കി പറയണത്. ആദ്യമായിട്ടോടെ ഒരാൾ അങ്ങനെ പറയണം. ശരിയാണല്ലേ? ഇപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ ഒരുപാട് ഗേൾസ് ഉണ്ടാവുമല്ലോ ഫാൻസ് ആയിട്ട്, അപ്പൊ അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്? ഹാൻഡിൽ ചെയ്യാറില്ല. ഇന്നലെ നീയൊരു സുന്ദര രാഗമായ പൊന്നോടക്കുഴലിൽ വന്നോളിച്ചിരുന്നു, മാമകക്കരാങ്കുലി ചുംബനലഹരി. മ്യൂസിക് എന്ന് പറയുന്ന ഒരു കണക്ഷൻ ആണല്ലോ. ആ ഒരു വോയിസ് പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ആവും എന്ന് പറയണ വല്ല സിംഗർ കമ്പോസറും അങ്ങനെ കൊളാബ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എൻ്റെ വോയിസ് ഈ ഒരു ആർട്ടിസ്റ്റിന് സിങ്ക് ആവും അല്ലെങ്കിൽ? ഞാനിങ്ങനെ എന്താ വിഷ് ലിസ്റ്റിൽ കുറെ പേരുണ്ടാവും. അതെ, ഒത്തിരി പേരുണ്ട്. മലയാളത്തിലാണെങ്കിലും ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പോഴത്തെ മെയിൻ ആളുകളൊക്കെ എനിക്ക് താല്പര്യമുള്ള, പാടണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണ്. അത്യാവശ്യം എനിക്ക് പണ്ട് പോലെ സലീം സുലൈമാൻ ഹിന്ദിയിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുള്ളിക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സാർ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ. പക്ഷെ പുള്ളി എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. അതായത് പുള്ളി എൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അതെ, അതും പുള്ളീനെ പോലത്തെ ഒരു മെയിൻ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഒരു ദിവസം രാവിലെ ആയപ്പോഴത്തേനും എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ അത് എപ്പോഴും നടക്കട്ടെ. പിന്നെ ഉറപ്പായിട്ടും ഹിന്ദി, തമിഴില് ഇപ്പം ഡയറക്ടേഴ്സൊക്കെ, ഇപ്പൊ അനിരുദ്ധിന്റെ പാട്ടൊക്കെ പാടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലെ, അതെന്തെങ്കിലും നടക്കുന്നുള്ള ഒരു ഉറപ്പായിട്ടും ഇഷ്ടംപോലെ പേരുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു, എനിക്ക് ഇൻഡിപെൻഡന്റ് സൈഡിലാണെങ്കിലും ഞാൻ ഒത്തിരി ആഗ്രഹിക്കണ കുറെ ആളുകളൊക്കെ ഉണ്ട്. അല്ലെ, എൻ്റെ ഏറ്റവും വലിയൊരു നടന്നൊരു സംഭവം പറയാം. അതായത് ഞാൻ പണ്ട് മുതൽ ഈ ബാൻഡ്സ് ഒക്കെ ആദ്യമായിട്ട് കേൾക്കണം, മലയാളത്തിലൊക്കെയാണ് അവിയലാണ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ബാൻഡ്. വളർന്നു വന്നതൊക്കെ ശരിക്കും അവിയലൊക്കെ കേട്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ അവിയലിലൂടെ ഫീച്ചർ ചെയ്തായിരുന്നു. ഒരു 3-4 ഷോസ് ലൈവ് അവിയലിലൂടെ ചെയ്തായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. അതെ, ഉറപ്പായിട്ടും. കാരണം ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ പോലും അത്, കാരണം ഇപ്പം ഒരു സിനിമയിൽ പാടണതൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈവിനൊക്കെ അവർ നമ്മളെ വിളിക്കും, അങ്ങനത്തുള്ള സാധനം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നടക്കുന്നു മനസ്സിലായി. അതെ. ഞാനപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് അന്ന് അവരുടെ വീഡിയോ ഇടുമ്പോഴത്തേനും ആദ്യം തന്നെ ഡ്രീംസ് കം ട്രൂ എന്നുള്ള സാധനം എഴുതിയിട്ടാണ് ഞാനത് ഇട്ടത്. അപ്പൊ അത് ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ ഒരു നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കണ ആളുകളുടെ കൂടെ നിന്ന് പാടാം, അങ്ങനത്തെ ഒരു സംഭവം ഭയങ്കര. എസ്പെഷ്യലി റെക്സ് വിജയൻ, എല്ലാവരും ഞാനൊരു 3-4 ഷോസ് ചെയ്തു. അപ്പോൾ ഞാൻ കൂടുതലും ഷോയിനെക്കാട്ടിലും ഞാൻ എൻജോയ് ചെയ്തത് അവരുടെ ട്രാവൽ ചെയ്തപ്പോഴാണ്. കാരണം അവരുടെ കൂടെ ഉള്ള മൊമെന്റ്സ് ആണ്. കാരണം ഒത്തിരി പഠിക്കാനുണ്ട് അവർ ചെയ്യുന്ന രീതി, അവർ പണ്ട് ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങൾ. ഞാൻ എപ്പോഴും അങ്ങോട്ട് ചോദിക്കും, ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത്. അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ സ്റ്റിൽ നമുക്ക് കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഭയങ്കര അവര് ഫോളോ ചെയ്ത് എന്തെങ്കിലും നമ്മുടെ സ്വന്തം ബാൻഡിൽ അല്ലെങ്കിൽ സ്വന്തം സ്റ്റേജില് ഉറപ്പായിട്ടും. അതായത് അവര് ഈ ലൈവ് ഒക്കെ ചെയ്യുന്ന അവർ കുറെ കൂടെ ഒരു മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ആളുകൾ കേൾക്കുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ കുറെ കൂടെ ആദ്യം ചിന്തിച്ചിരുന്ന പെർഫോമൻസിനാണ് പരിപാടി കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു ആ ഒരു തോട്ടിനെ കുറച്ചും കൂടെ എന്നെ ഇത് ചെയ്തത് ശരിക്കും അവിയലിൽ പോയതിനു ശേഷം. അവര് ആ പ്രാക്ടീസിന് എടുക്കുന്ന എഫേർട്ട്, അവരുടെ സെറ്റാണ് അവർ ഇത്ര വർഷമായിട്ട് പ്ലേ ചെയ്യുന്നത്. ക്രൗഡിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? അതെ, അത് ഭയങ്കര രസമാണ്. കാരണം അധികം സംസാരമൊന്നുമില്ല. അവർ മ്യൂസിക് ഒരു അതിന്റെ പക്ക സാധനം കൊടുക്കുക, ആളുകളെ എൻജോയ് ചെയ്യുന്നു.
പക്ഷെ എന്നാലും ഭയങ്കര നൈസായിട്ട് ക്രൗഡ് ഹാൻഡിൽ ചെയ്യുന്നു. നമ്മളൊക്കെ എപ്പോഴും ഞാനൊക്കെ ഷോ പണ്ട് ചിന്തിച്ചോണ്ടിരുന്നത് ഇന്ന് ഞാൻ ആളുകളുടെ അടുത്ത് എന്ത് സംസാരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല, ആ മൊമെന്റ് ആണ് നമ്മള് എൻജോയ് ചെയ്യണ്ടേ എന്നുള്ളൊരു സംഭവം കുറച്ചും കൂടെ എനിക്ക് റിയലൈസേഷൻ കിട്ടുന്നത് അവയിലൂടെ പോയപ്പോഴാണ്. ശരിക്കും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതൊരു സംഭവം. പിന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കുറേ ആളുകൾ ഇന്ത്യ സൈഡിലും സിനിമ സൈഡിലാണെങ്കിലും ജോബേട്ടനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജോബേട്ടനൊക്കെയാണ് എൻ്റെ അടുത്ത് ആദ്യം പറയണത്, നീ സ്വന്തമായിട്ട് പാട്ടി എന്ന് പറഞ്ഞാൽ പുള്ളിയൊക്കെ എൻ്റെ അടുത്ത് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ നടക്കാണ്ട് പോയി പാട്ട് ചെയ്യണമെന്നൊക്കെ പുള്ളിയാണ് എൻ്റെ മുഖത്ത് നോക്കി പറയണത്. ആദ്യമായിട്ടോടെ ഒരാൾ അങ്ങനെ പറയണം. ശരിയാണല്ലേ, ശരിക്കും അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ശരിക്കും നമ്മള് മറ്റൊരാള് പറയുമ്പോ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ അലേർട്ട് അല്ല പുള്ളിയുടെ ജോബേട്ടൻ ഇങ്ങനെ പണ്ട് നമ്മളിപ്പോ ആദ്യം പൊക്കോണ്ടിരുന്ന അവസ്ഥയിലൂടെയാണ് പൊക്കോണ്ടിരുന്നത്. പുള്ളി ജോബേട്ടൻ്റെ അടുത്ത് ഒരാളിങ്ങനെ പറഞ്ഞതാ, നീ ഇനി സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവം. അപ്പൊ അത് പുള്ളി ഇത് ചെയ്ത് സക്സസ് ആയി. അപ്പൊ അതേപോലെ ശരിക്കും എൻ്റെ അടുത്തും പറഞ്ഞത് ചേട്ടൻ തന്നെയാണ്. ശരിക്കും ചേട്ടൻ നമ്മുടെ ഒരു മെൻറ്റർ പോലെയാണ്. നമ്മുടെ ബാൻഡിനാണെങ്കിലും എനിക്കാണെങ്കിലും പേഴ്സണലി നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, സംസാരിക്കാം, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പിന്നെ സച്ച് എ ഹംബിൾ ഗൈ, നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒത്തിരി പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ഇപ്പോൾ ഒരു പുതിയൊരു ആൽബം ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഒരു ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ച കൊളാബറേഷൻസ്. ഉറപ്പായിട്ട് ഇന്ത്യ സൈഡിൽ, അല്ലാണ്ട് സിനിമയിലാണെങ്കിൽ എനിക്ക് എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടെ പാടണം തന്നെയാണ് താല്പര്യം. നമുക്കൊരു തമിഴ് പാട്ട് അല്ലെങ്കിൽ അതർ ഏതെങ്കിലും ലാംഗ്വേജ് ഒരു പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയാലോ? ഞാൻ ഹാരിസ് ജയരാജിന്റെ ഒരു പാട്ട് പാടാം. നീ നിன்ற இடமென்றால் விலையேறி போகாதோ, நீ செல்லும் வழியெல்லாம் பனிக்கட்டியாகாதோ, என்னோடு வா வீடு வரைக்கும், என் வீட்டை பார் என்னை பிடிக்கும், இவள் யாரோ யாரோ தெரியாதே, இவள் பின்னால் நெஞ்சை போகாதே, இது பொய்யோ மெய்யோ தெரியாதே, இவள் பின்னால் நெஞ்சை போகாதே. நெஞ்சுக்குள் பெய்திடும் மாமழை, நீருக்குள் மூழ்கிடும் தாமரை, சற்றென்று மாறிது வானிலை, பெண்ணே உன்மேல் பிழை, ஓ நில்லாமல் வீசிடும் பேரலை, நெஞ்சுக்குள் நீந்திடும் தாரகை, പൊൻവണ്ണം സൂടിയ കാരികൈ, പെണ്ണെ നീ കാഞ്ചനേ. ഡെഡിക്കേറ്റഡ് ടു ഓൾ യുവർ എന്താ പറയുക ലേഡീസ് ഫാൻസ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പം കീബോർഡിസ്റ്റ് ആണ് അല്ലേ? ഗിറ്റാർ പിടിച്ചു നിൽക്കണ വിജന്റെ ഓർമ്മ വരുന്ന ഈ പാട്ട് പാടുമ്പോൾ ഞാൻ കൂടുതലും കീബോർഡ്, ഞാനിത് ഞങ്ങളുടെ ഷോയിനൊക്കെ പ്ലേ ചെയ്ത് പാടാറുണ്ട്. ഈ പാട്ട് ഞാൻ പാടാറുണ്ട്. ഇപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ ഒരുപാട് ഗേൾസ് ഉണ്ടാവുമല്ലോ ഫാൻസ് ആയിട്ട്, അപ്പൊ അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യാറില്ല, അങ്ങനെയല്ല. ഞാനത് ഉറപ്പായിട്ടും ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? വന്നിട്ടില്ല എന്ന് ഞാൻ പറയൂല, വന്നിട്ടുണ്ട്. പക്ഷെ ഞാനെല്ലാവരും സഹോദരി എന്നുള്ള ആംഗിളിൽ ഞാൻ അങ്ങനെ അധികം അതിനകത്തോട്ട് അങ്ങനെ മിണ്ടാറില്ല. സ്റ്റിൽ അതുവഴി കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ അല്ലല്ല അങ്ങനെയല്ല, അങ്ങനെയൊക്കെ മിണ്ടി പിന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് സംസാരിച്ച് വരുമ്പോ മനസ്സിലാവും ഇത് മോർ ദാൻ എ ഫാൻ, നല്ലൊരു ഫ്രണ്ടാണ്. അതെ അതെ, എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ അധികം പേരത്ത് ഒന്നത്തെ കാര്യം ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷെ സ്റ്റിൽ ചിലപ്പോൾ നല്ല കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതിങ്ങനെ ഇത് ചെയ്യാറുണ്ട്. പക്ഷെ രസമാണ്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ വിഷൻ പാടുമ്പോൾ ഒരു നമുക്ക് ഓഡിയൻസിന് ഏത് ഇമോഷൻ കിട്ടണം എന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ബേസിക്കലി ഹാപ്പി ആയിരിക്കുക. നമ്മളതാണ് മാക്സിമം ശ്രമിക്കാറുള്ളത്. ഹാപ്പി ആയിട്ട്
എൻജോയ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം അത് തന്നെയാണ്. വേറെ വേറെ പ്രത്യേകിച്ച് പരിപാടി. പിന്നെ സമാധാനം കിട്ടുക. ഞങ്ങള് പാടണ സമയത്താണെങ്കിലും ഞാൻ ചിന്തിക്കണത്, എനിക്ക് ഈ ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അതായത് ചിലപ്പം എന്തെങ്കിലും ഷോസിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സമയത്ത് എന്നാലും ആ പ്രസൻസ് ഓഫ് മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ പിടിക്കുമായിരിക്കാം. പക്ഷെ എന്നാലും സമാധാനത്തോടെ ചെയ്തു തീർക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സെയിം ഇമോഷൻ തന്നെ ആളുകൾക്ക് ഉണ്ടാവണം എന്നുള്ളൊരു സംഭവം ചിന്തിക്കാറുണ്ട്. നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയറിലോട്ട് പോകാൻ. മെലഡി സോങ്സ് അല്ലെങ്കിൽ എനർജറ്റിക് സോങ്സ്, ഏതാണ് യുവർ ഫേവറേറ്റ്? മെലഡി. ഓക്കെ. റെക്കോർഡിംഗ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ലൈവ് സ്റ്റേജ്? ലൈവ്. നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ. ഈ മൈക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാടുന്ന സോങ് ഏതായിരിക്കും? മൈക്ക് ചെക്ക് ചെയ്യുമ്പം കൂടുതലും ഞാൻ കുറച്ച് ഇങ്ങനെ അലറി വിളിക്കാറൊക്കെയാണ് പതിവ്. കാരണം ഞങ്ങളുടെ എഞ്ചിനീയറിന് അവരെപ്പോഴും പറയണത് നീ കുറച്ച് ലൗഡായിട്ട് ഹൈ ഒക്കെ പാടാം, നമുക്ക് ത്രോ അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇച്ചിരി അലറിയൊക്കെ വിളിക്കും മൈക്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന്. പിന്നെ പാട്ട് എപ്പോഴും എനിക്ക് തോന്നുന്നു പുഴുപുലിയായിരിക്കും. ഞങ്ങള് ചെക്ക് ചെയ്യുന്ന സോങ് പുഴുപുലിയൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് വൺ സിംഗർ യു അഡ്മയർ ദ മോസ്റ്റ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സിംഗേഴ്സിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്റ്റിൽ യു ഹാവ് അങ്ങനത്തെ ഒരു സിംഗർ ഉണ്ട്. എനിക്ക് സൂരജേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. സൂരജേട്ടന് കാരണം പുള്ളി ഭയങ്കര വേഴ്സറ്റൈൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളി ഈവൻ പിച്ചൊക്കെ ആണെങ്കിലും പുള്ളി നല്ല ഹൈയും പാടും ലോയും പാടും. എനിക്കൊക്കെ പുള്ളിനെ കാണുമ്പോൾ ഇങ്ങനെ പാട്ടുകാരൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഓഡിയൻസ് ക്ലാപ്സ് ആണോ അല്ലെങ്കിൽ യൂട്യൂബിലെ കമന്റ്സ് ആണോ എക്സൈറ്റ്സ് യു മോർ? അതാ ഇമോഷന്റെ എനിക്ക് ആ സമയത്തുള്ളൊരു പരിപാടിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പോഴായിരിക്കും നല്ലൊരു കമന്റ് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോസിൽ ഉറപ്പായിട്ടും ക്ലാപ്സ് ഭയങ്കരമായിട്ട് ഞങ്ങളെ ഉറപ്പായിട്ടും. ഏതെങ്കിലും ഒരു സോങ് ഇൻസ്റ്റന്റ്ലി ചേഞ്ചസ് യുവർ മൂഡ്? എനിക്ക് പഴയ ബാബുരാജ് സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ പാട്ടിന്റെ ഒരു 2 വരി പാടാമോ? ഓ ഉറപ്പായിട്ടും. ഇന്നലെ നീയൊരു സുന്ദര രാഗമായ പൊന്നോടക്കുഴലിൽ വന്നോളിച്ചിരുന്നു, മാമകക്കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായ പൊന്നോട കുഴലിൽ വന്നോളിച്ചിരുന്നു. ഓ വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പാട്ടാണ്. അപ്പൊ എപ്പോഴും എത്ര കേട്ടാലും മടുക്കാത്ത സോങ് ഏതാ? എനിക്ക് ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫിക് സോങ് ആയിട്ട് എനിക്ക് അങ്ങനെ പറയാനൊരു സോങ് എന്ന് പറയാൻ, നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണം എന്ന് ആഗ്രഹിക്കും, എത്ര കേട്ടാലും നമുക്കത് മടുപ്പ് വരില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സോങ് ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ സോങ്. എനിക്ക് ഈ കോൾഡ് പ്ലേയുടെ സോങ്സ് ഒക്കെ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. അതങ്ങനെ മടുപ്പ് വരാത്ത ഒരു ഇതാണ്. എനിക്ക് എപ്പോഴും ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഹെവി മെറ്റൽ കേൾക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കേൾക്കാറില്ല. കേൾക്കാറില്ല, ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഹെവി മെറ്റലൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരു 12th ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇച്ചിരി മെറ്റലൊക്കെ കേൾക്കണ സമയം ഉണ്ടായിരുന്നു. പവറാണ് വേണ്ടത്. സമാധാനത്തോടെ ജീവിക്കാനുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതൽ. കുറെ കൂടെ ഹോപ്പാണ്. പ്രാക്ടീസ് എപ്പോഴാണ്? മോർണിംഗിലാണോ നൈറ്റിലാണോ? കൂടുതലും ഞാൻ നൈറ്റാണ് ചെയ്യാറുള്ള. എനിക്ക് രാവിലെ ഞാൻ അങ്ങനെ എഴുന്നേക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാണുള്ള കാര്യമായതുകൊണ്ട് അങ്ങനെയല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ശ്രമിക്കാറുണ്ട് രാവിലെ എഴുന്നേക്കാനും. പക്ഷെ കൂടുതലും ഈവനിങ്സ് ആണ് ഇച്ചിരി ഒരു ലേറ്റ് നൈറ്റ്സ് ജാമിങ് പാട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു സംഭവമാണ്. കംഫർട്ട് ഫുഡ് ഏതാണ്? ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണോ? ഞാന് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കും. കഴിച്ചോണ്ടിരുന്നു, ഇപ്പൊ ഇച്ചിരി കുറച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്യാവശ്യം എല്ലാ ഫുഡും ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഫേവറേറ്റ് ഇല്ല.
ഫേവറേറ്റ് ഇല്ല. എനിക്ക് നല്ല ഫുഡാണെങ്കിൽ ഞാൻ എല്ലാം കഴിക്കും. ഞാൻ അത്യാവശ്യം എല്ലാ ക്യൂസീൻസും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും അവൻ ഇതിൻ്റെ ഒരാളാണ്. അപ്പം ഞാൻ അവൻ്റെ കൂടെ പോണത് ഇതിന് വേണ്ടിയാ. അപ്പം ഞാൻ കയറിയിട്ടില്ലാത്ത റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവൻ എന്നെ കൊണ്ടുപോകും, കഴിക്കും. അങ്ങനെ ഈ ട്രിവാൻഡ്രം ആണല്ലോ ബോൺ ഇൻ സൗദി. സൗദിയിലാണ് ജനിച്ചത്. ഓക്കെ, പക്ഷെ ബ്രോട്ടപ്പ് ഇൻ ട്രിവാൻഡ്രം. പക്ഷെ ട്രിവാൻഡ്രം സ്ലാങ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. എനിക്കോ അത് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് വരും. തിരുവനന്തപുരത്തോളം നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സാധനം വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ 5-6 വർഷമായിട്ട് കൊച്ചിയിലാണ്. ആ ഒരു സംഭവം ഉണ്ട്. കണക്ഷൻസിലൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണോ? ഒരുപാടല്ല, അങ്ങനെയല്ല, കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഞാന് ഉണ്ടായിരുന്നു, കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, അത് ആ ഒരു കണക്ഷനൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ കാലത്തും പുതിയ പുതിയ ആളുകൾ, പക്ഷെ സ്റ്റിൽ പഴയ ഫ്രണ്ട്സ് ഉണ്ട്. എന്നാലും എനിക്കുള്ളതൊക്കെ നല്ല ഫ്രണ്ട്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് എപ്പോൾ വേണേലും വിളിക്കാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ അതർ ദാൻ സോങ്സ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഉള്ളത്? കീബോർഡിസ്റ്റ് ആണെന്ന് അറിയാം, കീബോർഡ് വായിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാറില്ല? കീബോർഡ് തന്നെയാണ് മെയിൻലി. അതാണ് കുറച്ച് ഗിറ്റാർസ് ഒക്കെ പ്ലേ ചെയ്യും. പിന്നെ ട്രാവലിംഗ് അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോളോ എന്ന് പറഞ്ഞാൽ കാർ ഓടിച്ചു പോകും. ബൈക്ക് അതെ ഇച്ചിരി അധികം ട്രാവൽ ചെയ്യാറുണ്ട്. നല്ല മഴയത്ത് പാട്ട് കേട്ടിട്ട് പോവാൻ എനിക്ക് കൂടുതലും ഈ ട്രിവാൻഡ്രം എറണാകുളം ട്രാവൽ ഉണ്ട്. ഞാനപ്പോ അതെ അത്യാവശ്യം ലോങ്ങാണ്. ഞാനപ്പോ വേറെ വഴികളൊക്കെ എടുത്ത് ചുമ്മാ വണ്ടി ഓടിക്കാൻ വേണ്ടി. ആ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നതല്ലേ? അതെ, അങ്ങനത്തെ ഒരു സമയമുണ്ട്. ഞാൻ കൂടുതലും ട്രാവലിംഗിലാണ്. ഈ ലൈഫ് സോർട്ടിംഗ് ടൈം എന്നാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത്. വേറെ ചിന്തകളൊന്നും ഇല്ലാണ്ട് നമുക്കൊരു പാട്ട് കൂടെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ വരും, നല്ല നല്ല ചിന്തകൾ വരും. പിന്നെ ഈ ഡ്രൈവിന്റെ സമയത്ത് ഈ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം, വെറുതെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കുക. അങ്ങനത്തെ ഒരു നല്ല ടൈമായിട്ട് ഡ്രൈവിംഗ് ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കൂടുതലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ചില്ല് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളൊരു ഈവനിങ് ഒരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചായ കുടിക്കാം എന്നുള്ളൊരു ആംഗിളിൽ എല്ലാവരും ഇറങ്ങും, വെറുതെ കുറേ നേരം സംസാരിക്കും. മൈൻഡ് റിഫ്രഷിങ്. നമുക്ക് ഇനി ഫാമിലിയെ കുറിച്ച് സംസാരിക്കാം. അവർ എത്രമാത്രം സപ്പോർട്ട് ഉണ്ട്? ഓഫ്കോഴ്സ് അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. എനിക്ക് മമ്മിയും 2 ചേച്ചിമാരും അനിയത്തിയാണുള്ളത്. ഇപ്പം എൻ്റെ കാര്യങ്ങളിലൊന്നും അധികം അവർ ഇത് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യം ചെയ്തോട്ടെ എന്നുള്ളൊരു ആംഗിളിൽ. ഞാൻ 12th കഴിഞ്ഞപ്പോഴും ഞാൻ മ്യൂസിക് പഠിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോഴും അവരങ്ങനെ അങ്ങനെയുള്ളൊരു ഫുള്ളി സപ്പോർട്ടായിരുന്നു. എന്നെ ഇതുവരെയും എനിക്ക് ആ സമയത്ത് എന്നിൽ വിശ്വാസം ഇല്ലായിരുന്നു, ഇത് എന്നിൽ ഇത് എവിടെ എത്തും എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചും കൂടെ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. കാണണം, എനിക്ക് പണ്ട് മുതലേ സപ്പോർട്ടാണ്. ഇപ്പോഴും ഉറപ്പായിട്ടും നമ്മുടെ പാട്ടൊക്കെ പുതിയതായിട്ട് ഇറങ്ങുമ്പോഴത്തേനും ഞാനൊക്കെ മമ്മി അങ്ങനെ അധികം ഫോണൊന്നും ഉപയോഗിക്കണ ആളല്ല, പക്ഷെ മമ്മിയൊക്കെ ഇരുന്ന് എൻ്റെ പാട്ടൊക്കെ ഇരുന്ന് വീണ്ടും 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 കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിട്ടിക്സ് വീട്ടിൽ നിന്ന് കിട്ടാറുണ്ടോ സിസ്റ്റേഴ്സിന്റെ അടുത്തുനിന്ന്? ഇല്ല, അങ്ങനെയൊന്നും ആരും എന്റെ ഈ കാര്യത്തിൽ അവരധികം ഇടപെടാറില്ല. ചിലപ്പോ അവരിരുന്ന് കുറ്റം പറയുമായിരിക്കാം, പക്ഷെ അങ്ങനെ നേരിട്ട് അങ്ങനെ പറയാറില്ല. പക്ഷെ ഭയങ്കര സപ്പോർട്ടീവാണ് ഉറപ്പായിട്ടും. ഇപ്പം എന്റെ ഫാമിലി മാത്രമല്ല, എന്റെ ബാക്കി കസിൻസും എല്ലാവരും, എനിക്കൊരു വലിയ കസിൻസ് ഉണ്ട്. അവരെല്ലാവരും അത്യാവശ്യം എല്ലാവരും മ്യൂസിക് ഫോളോ ചെയ്യുന്നവരാണ്. ഉറപ്പായിട്ടും ഇപ്പം നമ്മുടെ എല്ലാ കാര്യത്തിനും അവര് കൂടെ നിൽക്കും. അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മുടെ സമയം ഏകദേശം അടുക്കാറായി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനിയും ഇത് ഒരുപാട് പാട്ടുകളും പെർഫോമൻസുമായിട്ട് നമ്മൾ ഇനി വീണ്ടും ഇങ്ങനെ കാണാൻ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഞങ്ങൾക്കറിയാം കുറെ നാൾക്ക് ശേഷമാണ് നമ്മളിത്. ഞാൻ എപ്പോ വിളിക്കുമ്പോഴും ട്രാവലിംഗ് ആയിരിക്കും, എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. ഇന്നാണ് സമയം കിട്ടിയത്. എന്തായാലും അടിപൊളിയാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് എല്ലാ അപ്കമിംഗ് പ്രൊജക്ട്സിനും. താങ്ക് യു.